ലോറിയിൽ 45 ബോക്സുകളിലായി കടത്തുകയായിരുന്ന പഴകിയ മത്സ്യം എടപ്പാൾ തിരുമാണിയൂരിൽ വെച്ച് പിടികൂടി. ദുർഗന്ധം വമിക്കുന്ന മലിനജലം പുറത്തേക്കൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ലോറി തടഞ്ഞിട്ട ശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെത്തി മത്സ്യം പിടിച്ചെടുത്ത് കുഴിച്ചുമൂടുകയും ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ നിന്നും എത്തിച്ച 2250 കിലോയോളം വരുന്ന പഴയ മത്സ്യമാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. കണ്ടനകം ആനക്കര റോഡിൽ തിരുമാണിയൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്കാണ് ദുർഗന്ധം വമിക്കുന്ന മത്സ്യലോറി നാട്ടുകാർ തടഞ്ഞത്. മത്സ്യലോറിയിൽ ദുർഗന്ധം വമിക്കുന്ന മലിനജലം പുറത്തേക്കൊഴുകി കടന്നുപോയത് ശ്രദ്ധിച്ച നാട്ടുകാർ ലോറി തടഞ്ഞു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൊന്നാനി പോലീസ്, ഫുഡ് സേഫ്റ്റി, ആരോഗ്യ വിഭാഗം, ഗ്രാമപഞ്ചായത്ത് അംഗം PV ഷീജ എന്നിവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പരിശോധനയിൽ 45ഓളം ബോക്സുകളിലായി പഴകിയ ദുർഗന്ധം വമിക്കുന്ന മാന്തൽ മത്സ്യങ്ങൾ കണ്ടെത്തി. ഇതിന്റെ നല്ല മണം വരുന്നത്, മണം വേറെ വരുന്നത്. ഇല്ല, ഇത് അവർ പറഞ്ഞാണ് കോഴിക്കോട് ആ കവറ് കൂട്ടി പിടിച്ചാ കവറിന്റെ കൂട്ടി പിടിച്ചോ. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയും നിയമപരമായ രേഖകളില്ലാതെയുമാണ് മത്സ്യം കൊണ്ടുപോകുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഫുഡ് സേഫ്റ്റി വിഭാഗം ലോറി മത്സ്യം പിടിച്ചെടുത്ത് വട്ടംകുളത്തെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി. ലാബ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ മത്സ്യം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പഞ്ചായത്ത് സ്ഥലത്ത് കുഴിച്ചുമൂടി. ഒരു ലോറി പഴകിയ മീന് വളരെ ദുർഗന്ധം കലർന്ന ഒരു സാഹചര്യത്തിലും അഴുകിയ സാഹചര്യത്തിലും വണ്ടി നിറച്ച് മീൻ എന്നുള്ള ഒരു നാട്ടുകാരുടെ പരാതിയെ തുടർന്നിട്ടാണ് പരിശോധന നടത്തിയത്. സ്ഥലം ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും തിരൂരങ്ങാടി ഓഫീസറുടെയും പ്രസൻസിലാണ് പരിശോധന നടത്തിയത്. അതിൽ നമുക്ക് പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 45ഓളം ബോക്സിൽ മത്സ്യം അഴുകിയ നിലയിൽ തന്നെയാണ് കാണപ്പെട്ടത്. മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഐസോ അതുപോലെ തന്നെ രേഖകളൊന്നും തന്നെ ഇല്ലാണ്. ഫുഡ് സേഫ്റ്റി ലൈസൻസോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡോ അല്ലെങ്കിൽ വാറണ്ടി ബില്ലോ അങ്ങനെ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് മത്സ്യം വന്നത്. ഗുജറാത്തിൽ നിന്നും കോഴിക്കോട്ട് മത്സ്യ മാർക്കറ്റിൽ എത്തിച്ച മത്സ്യം അവിടെ എടുക്കാത്തതിനാൽ കുന്നംകുളം മാർക്കറ്റിൽ വിപണനത്തിനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടിയത്. നിയമവിരുദ്ധമായ രീതിയിൽ മത്സ്യം എത്തിച്ച ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിശോധനയ്ക്ക് സബ് ഇൻസ്പെക്ടർ MV തോമസ്, കോട്ടയ്ക്കൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ UM ദീപ്തി, ഫുഡ് സേഫ്റ്റി ഓഫീസർ ധന്യ ശശീന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിൽ എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ്, എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.